ഈ വീഡിയോയിലെ കണ്ടന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് സർവേ നടത്തിയിരിക്കുന്നത് വേൾഡ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനാണ്. അപ്പം അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ പഴയ ലീഗൽ ജസ്റ്റിസ് മിനിസ്റ്ററാണ് അബ്ദുൽ കരീം അൽ ഇസ. അപ്പം അതിൻ്റെ ഈ സർവേ ഏകദേശം 1000-ഓളം പേരിൽ ഏകദേശം 400-ഓളം പേരുടെ സ്പെസിഫിക് എടുത്തിട്ട് മുസ്ലിം യൂത്ത്സിൻ്റെ, അതായത് ബ്രിട്ടനിൽ ജനിച്ച് വളർന്ന മുസ്ലിങ്ങളായ ചെറുപ്പക്കാരുടെ അവരുടെ ഇടയ്ക്കാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്. അതിൽ 1000 പേരിൽ 400 പേരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ലണ്ടൻ ടൈംസ് എന്ന് പറഞ്ഞ പത്രത്തിന് കൊടുത്ത ഇൻ്റർവ്യൂ ആണ് 2 ദിവസം. പിന്നെ അത് ഗ്ലോബലായിട്ട് എല്ലാ പത്രങ്ങളായി ഇൻ്റർവ്യൂ പ്രസിദ്ധി. കാരണം അതിനകത്ത് പറയുന്നതിൻ്റെ അകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് ലണ്ടനിൽ, നിങ്ങളിപ്പോൾ UK പലയിടത്തും ഇസ്ലാമിക രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, റാഡിക്കൽ ഇസ്ലാമിൻ്റെ പ്രസൻസ് കൂടുന്നു. ഇതിനൊക്കെ ബേസ് ചെയ്താണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്, ഇത് ഉണ്ടാകാനുണ്ടായ കാരണം എന്താണ്? കാരണം ഇവർ ജനിച്ചതും വളർന്നതെല്ലാം UK പക്ഷേ ഈ ഗാസയുമായിട്ടുള്ള ഇഷ്യൂവിൽ പെട്ടെന്ന് അവിടുത്തെ ചെറുപ്പക്കാർക്ക് റാഡിക്കൽ ഇസ്ലാം, അതേപോലെ ടെറർ, അതിലോട്ട് ഇവർ പോകാനുണ്ടായ കാരണമെന്ന്, അവരുടെ മനസ്സ് മാറാൻ കാരണമെന്ന്, അതിനെപ്പറ്റിയൊക്കെയാണ് ഈ സർവേയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ആ റാഡിക്കൽ ഇസ്ലാം മാറിയതിന്, അങ്ങോട്ട് പോയത്, അവരെ തിരിച്ച് UK മെയിൻ സ്ട്രീം ലൈഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഈ പറയുന്ന അബ്ദുൽ കരീം അൽ ഇസ അദ്ദേഹം 1 ലക്ഷം പൗണ്ടാണ് അതിന് പല കൗൺസിലിംഗ് സെന്ററിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ കേരളത്തിലെ മുസ്ലിം സഹോദരന്മാർ ഈ വീഡിയോയിലെ കണ്ടന്റ് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ലണ്ടൻ ടൈംസിൽ പോയി ലേഖനം വായിക്കണം. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇൻട്രസ്റ്റിംഗ് ആണത് സംഭവം. അത് റിപ്പോർട്ടുകളിൽ ഞാൻ പൂർണ്ണമായിട്ടും വായിച്ചു. കാരണം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഈ സൗദിക്കാരൻ ഇത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു മൾട്ടി ബില്യനെയറാണ്. അപ്പം എന്താണ് അദ്ദേഹം പറയുന്നത്? അവിടെ ജനിച്ച് പഠിക്കുന്ന മുസ്ലിങ്ങളായ ചെറുപ്പക്കാർ, ഇവരെ അവിടുത്തെ മെയിൻ സ്ട്രീം സമൂഹം ഉൾക്കൊള്ളുന്നില്ല. ഒന്നാമത്തെ കാര്യം പറയുകയാണ്. അതായത് നമ്മൾ പറയാവുന്ന ബ്രിട്ടീഷുകാരും അവര് ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ അവർ അബ്സോർവ് ചെയ്യുന്നില്ല, ഇവരെ അടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇവർ പലയിടത്തും ഐസൊലേഷനാണ്. കാരണം ഇവർ ഒറ്റപ്പെടുക. അപ്പം ഈ ഒറ്റപ്പെടൽ വരുമ്പോൾ ഇവരിൽ ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാം പെനട്രേറ്റ് ചെയ്യുന്നു. ഓരോ ഗ്ലോബൽ ഇഷ്യൂ വരുമ്പോഴും, ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുമ്പോഴും, ഗാസ ഇഷ്യൂ വരുമ്പോഴും, ഇറാനിയൻ ഇഷ്യൂ ഒക്കെ വരുമ്പോഴും ഈ ചെറുപ്പക്കാരുടെ ഇടയിലോട്ട് റാഡിക്കൽ ഇസ്ലാം ഇൻജക്ട് ചെയ്യുന്നു. കാരണം അതിൻ്റെ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് തിരിച്ച് കൗണ്ടർ ഒരാൾ പറയുകയാണ്, ഇവരുമായിട്ട് ബ്രിട്ടീഷ് കൾച്ചറിൽ ഇവിടെ ഇവർ വളരുന്ന ഇസ്ലാമിക കൾച്ചറിലാണ് പേരൻസൊക്കെ. വളർന്നു കഴിയുമ്പോൾ ബ്രിട്ടീഷ് കൾച്ചറുമായിട്ട് ഇവർ അകന്ന് നിൽക്കുകയാണ്. അതൊരു കാരണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തോ? കാരണം ഇസ്ലാമിക ലോകത്ത് ഇവർ വിശ്വസിക്കുന്ന മറ്റുള്ളവർ കാഫിറായിട്ടോ, കാരണം മറ്റുള്ള മതസ്ഥരെ ഇവർ അംഗീകരിക്കുന്നില്ല. അതിനെതിരെയും ഈ അബ്ദുൽ കരീം ഈസ പറയുന്നത്, ആ ഒരു സംഭവം, കാഫിർ എന്ന് പറയുന്ന സാധനം ഇവരെ പഠിപ്പിക്കുമ്പോഴും, അതായത് കുട്ടികളായിട്ട് പഠിപ്പിക്കുമ്പോഴും മറ്റുള്ള കമ്മ്യൂണിറ്റിയെ എങ്ങനെയാണ് ഏകോപിച്ച് അവരുടെ സുഹൃത്തുക്കളായിട്ട് പോകേണ്ടത്, അത് മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കണം. അതായത് ഇസ്ലാമിക ഇൻസ്റ്റിറ്റ്യൂഷനിൽ മറ്റുള്ളവരെ ശത്രുവായിട്ടും കാഫിറുമായിട്ട് കാണരുത്. അത് അവരുടെ പേരൻസും അതേപോലെ അവിടെ മദ്രസയിൽ പഠിക്കുന്ന ആൾക്കാർ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ കാണരുത്, അവനും നിന്റെ സഹോദരന്മാരാണ്. കാരണം ഇൻട്രസ്റ്റിംഗ് ആയി സബ്ജക്റ്റ്. കാരണം ഇത് ലോകം മുഴുവനും വരാനുള്ള സാധ്യത കൂടുതൽ. കാരണം അത്ര വെൽ റിസർച്ച് സബ്ജക്റ്റാണ് ഈ വേൾഡ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ആൾക്കാർ ഈ സർവേയുമായിട്ട് ഓരോ കാര്യങ്ങളും, ഓരോ പോയിന്റ്, കമ്പോണന്റ് 1, 2, 3, 4, 5 എന്ന് പറയുന്നത്. ഇപ്പം ഇവർക്ക് ഒറ്റപ്പെടൽ ഉണ്ടാകുന്നു. ആ സത്യം. ഒറ്റപ്പെടൽ ഉണ്ടാകുന്നതിന് കാരണം അവർ ജീവിച്ച് വളർന്നു വരുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ മറ്റുള്ള ഒരാളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇവർ സ്കൂളിൽ പഠിക്കുന്നു, ഇവർ കോളേജിൽ പഠിക്കുന്നു, ഇവർ ആ പറയുന്ന മറ്റുള്ള ആളുകളുമായിട്ട് മിങ്കിള് ചെയ്യുന്നില്ല. അപ്പം അതിനകത്ത് റിപ്പോർട്ടിൽ പറയുന്ന മറ്റുള്ള ആൾക്കാർ, മറ്റുള്ള ബ്രിട്ടീഷ് കമ്മ്യൂണിറ്റി ഈ കുട്ടികൾ കോളേജിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അവരുമായിട്ട് ഒരുമിച്ച് പോകാൻ തയ്യാറാകുന്നില്ല.
കാരണം ഇവരുടെയും കൂടെ കുഴപ്പമുണ്ട്. ഇതിനെന്താണ് സൊല്യൂഷൻ? അപ്പം ആ സൊല്യൂഷന് വേണ്ടിയാണ് ഈ പറയുന്ന 1 ലക്ഷം പൗണ്ട് ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ കുട്ടികൾക്ക് ഇവരെ കാഫിറല്ലെന്നും ഇവർ സഹോദരന്മാരാണെന്നും അതായത് ഇന്റേണലായിട്ട് ബ്രിട്ടനിലുള്ള ഇന്റേണലായിട്ടുള്ള ഇഷ്യൂവിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും, അതായത് ഡൊമസ്റ്റിക് ഇഷ്യൂവിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും അവിടുത്തെ പൊളിറ്റിക്സിൽ നിങ്ങൾ പാർട്ടാകണമെന്നും, എക്സ്റ്റേണൽ ആയിട്ടുള്ള അതായത് ഗാസ അതേപോലുള്ള ഇഷ്യൂവിൽ നിങ്ങൾ ഇൻവോൾവ് ആകേണ്ട കാര്യമില്ല. ഇതിനകത്തൊക്കെ വലിയ സംഭവം ഉണ്ടാകുന്നത് ഈ ടെക്നോളജിയും സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ വാട്സപ്പിൽ കൂടെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ അകത്ത് മത തീവ്രത അങ്ങ് കയറുക. അതും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ഈ ലണ്ടൻ ടൈംസിൽ അത് മറ്റുള്ള പത്രങ്ങളൊക്കെ വന്ന് റിപ്പോർട്ട് നിങ്ങളെടുത്ത് വായിക്കണം. വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഇഷ്യൂ ഉണ്ടാകുന്നത്. കാരണം ഞാനും ആലോചിച്ചിട്ടുണ്ട് ബ്രിട്ടനിൽ എന്തുകൊണ്ട് ഇഷ്യൂ ഉണ്ടാകുന്നു. ബ്രിട്ടനിൽ നേരത്തെ മുതൽ വളരെ കാലം മുതൽ അവിടെ പല മുസ്ലിം ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ വെർട്ടിക്കലായി ഇഷ്യൂ അങ്ങായിട്ട് മാറി. എന്തുകൊണ്ടാണ് അതുണ്ടാകുന്നതിൻ്റെ റീസൺ എന്തുവാ? അപ്പോൾ അതിനെപ്പറ്റിയാണ് ഈ സർവേക്കകത്ത് പറയുന്നത്. എന്തുകൊണ്ട് ഇതുണ്ടായി, എന്തുകൊണ്ടാണ് 400ഓളം 1000 പേരിലെടുത്ത 400ഓളം ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് ഇത്രമാത്രം റാഡിക്കൽ ഇസ്ലാമും പെട്ടെന്ന് ഗാസയും വന്ന് മതം തീവ്രമായിട്ട് കയറി വരുന്നു. അതവർ തെരുവിൽ കാണിക്കാൻ ശ്രമിക്കുന്നു. അതവിടുത്തെ ലോ ആൻഡ് ഓർഡറിന് പ്രശ്നമാകുന്നു. ബ്രിട്ടീഷുകാരുടെ ലൈഫിന് പ്രശ്നമാകുന്നു. സോഷ്യൽ ലൈഫിന് പ്രശ്നമാകുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? അതായത് അവിടെ വളരുന്ന ഇസ്ലാമിക വിശ്വാസത്തിൽ വരുന്ന ചെറുപ്പക്കാർ, കുട്ടികളാണെങ്കിൽ ചെറുപ്പക്കാർക്കും അതായത് ബ്രിട്ടീഷ് ക്ലാസ്സുമായിട്ട് അവിടുത്തെ ജനങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം അവരെ വളർത്തിയ രീതി അതായി. അതുതന്നെയാണ് ഈ പറയുന്ന മലപ്പുറമാണെങ്കിലും മറ്റു പലയിടത്തും ഉണ്ടായിരിക്കുന്നത്. ഇഷ്യൂ അതാണ്. അതുകൊണ്ടാണ് അവർ ആൻറ്റി ഇന്ത്യ തോട്ട്സിലോട്ട് പോകുന്നത്. നമ്മളത് അതും ഇത് കേരളമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കും എന്തുകൊണ്ട് ഇതുണ്ടായി. അപ്പം ഈ സർവേയുടെ അവസാനം ഇത് പറയുന്നത് ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി ഏകദേശം 5 വർഷത്തോളം ഇതിന് പ്രയത്നിക്കേണ്ടി വരും, ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. കാരണം ഈ രീതിയിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അവസാനം പറയുന്നത് ബ്രിട്ടനിൽ പിന്നീട് വരാൻ പോകുന്ന സമയത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ അടുപ്പിക്കത്തില്ല. കാരണം ആൾക്കാർ മുഴുവൻ ഫെഡപ്പായി. കാരണം എല്ലാ കാര്യത്തിലും എല്ലാത്തിലും ഇസ്ലാം എന്ന് പറഞ്ഞ് എൻട്രി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബക്കിംഗ്ഹാം പാലസിൽ വെച്ച് ഈ ഫാസ്റ്റിങ്ങിൻ്റെ ഈ അവരുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് നടത്തിയ കിങ്ങിൻ്റെ കൂടെ ഏകദേശം 340 പേര് പങ്കെടുത്തു. അന്ന് ഈ പറയുന്ന അബ്ദുൽ കരീം അൽ ഇസയും പങ്കെടുത്തു. പറയാം അതൊരു നല്ല ചുവടുവെപ്പാണ്. പക്ഷേ അതിനകത്ത് പങ്കെടുത്തിട്ട് പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ അത് ബക്കിംഗ്ഹാം പാലസ് നിങ്ങൾക്കറിയാം ഒരു ആംഗ്ലിക്കൻ ക്രിസ്ത്യനായിട്ട് ബന്ധപ്പെട്ട സംഭവം. ആ ചർച്ചിൻ്റെ ആ ഭാഗത്ത് വെച്ചാണ് നടത്തിയത്. പക്ഷെ പുറത്ത് വന്നു കഴിയുമ്പം ഈ പറയുന്ന മാറ്റങ്ങളൊന്നും ഈ ചെറുപ്പക്കാർക്ക് ഉണ്ടാവുന്നില്ല. കാരണം അവരുടെ പേരൻസിന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇത് വരാൻ പോകുന്ന അവരുടെ ഫ്യൂച്ചറിനെയും കൂടെ ബാധിക്കുകയാണ്. കാരണം അവിടെ വരാനുള്ള സമയത്ത് ഏത് ലേബർ പാർട്ടി ആണെങ്കിലും കൺസർവേറ്റീവ് പാർട്ടി ആണെങ്കിലും ഒരു പാർട്ടിയും ഇവരെ അംഗീകരിക്കില്ല. കാരണം റാഡിക്കൽ ഇസ്ലാം, കാരണം ബ്രിട്ടന് വലിയ പ്രശ്നമായി. കാരണം അവിടെയും പറയുന്നൊരു സംഭവം റിപ്പോർട്ടുമായിട്ട് കൺക്ലൂഡ് ചെയ്യുന്ന സംഭവമുണ്ട്. കാരണം അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഗ്ലോബലായിട്ട് ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഇവിടൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാതലായ ഇഷ്യൂ ഇവരെ പഠിപ്പിക്കുന്ന സമയത്തുണ്ടാകുന്ന ഇഷ്യൂ ആണ്. അപ്പം അത് മാറ്റി അതിനൊരു ട്രാൻസ്ഫോർമേഷനും റിഫോർമേഷനും വന്നാൽ മാത്രമേ അവർക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ മെയിൻ സ്ട്രീമിൽ വരാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് മെയിൻ സ്ട്രീം വരാൻ സാധിക്കുകയില്ല. അവരെ ബ്രിട്ടീഷ് കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവർ സെപ്പറേറ്റ് ബ്ലോക്കായിട്ട് വളരും. ഈ സെപ്പറേറ്റ് ബ്ലോക്കായിട്ട് വളരുമ്പോൾ അതിനകത്തൂടെ റാഡിക്കൽ ഇസ്ലാമും ടെററിസവും കയറി വരും. ഇതങ്ങനെയാണ് ഈ സർവേയുമായിട്ട് ഈ സംഭവ റിപ്പോർട്ടിൻ്റെ കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയും. ഇത് വായിച്ചു കേൾക്കുമ്പോൾ ഞാൻ ഈ പല വീഡിയോയിലും പറയുന്ന ആ പോയിന്റുകൾ തന്നെയാണ് ഈ ഇസ്ലാമിക് സ്കോളറായിട്ടുള്ള ഈ അബ്ദുൽ കരീം അൽ ഇസ, അതായത് പഴയ സൗദി ജസ്റ്റിസ് ലീഗൽ മിനിസ്റ്ററാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, കാരണം ഇയാൾ ചെറിയ ആളൊന്നുമില്ല, വേൾഡ് ഇസ്ലാമിക് ലീഗിൻ്റെ അതിൻ്റെ ഹെഡാണ് ഗ്ലോബലായിട്ട്. അത് പറയുന്നത് ഈ ഒരു ചേഞ്ച് സംഭവങ്ങൾ ഉണ്ടായില്ല എങ്കിൽ ഇവിടുന്ന് മാത്രമല്ല ലോകം മുഴുവനും
ഇസ്ലാം വിശ്വാസികളെയും പേരുള്ളവരെയും ആളുകൾ കയറ്റില്ല. അതിന് മാറ്റം ഉണ്ടാകുക. അവിടെ എവിടെയൊക്കെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് മാറ്റം ഉണ്ടാകേണ്ടത്, അതിന് ഈ കുട്ടികളെ വളർത്തുമ്പോൾ തന്നെ അവരുടെ പേരൻസ് മുൻകൈ എടുക്കണം. സ്കൂളുകളിൽ അതിന് മുൻകൈ എടുക്കണം. മറ്റുള്ള കമ്മ്യൂണിറ്റിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അത് മെയിൻ സ്ട്രീമിൽ വരണം. ഇവർ ഐസൊലേറ്റായ ഒറ്റപ്പെട്ട രീതിയിലുള്ള ആ കമ്മ്യൂണിറ്റിക്ക്, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അത് മാത്രം ജീവിക്കുന്നവരാകരുത്. ഇതുകൊണ്ടിത് ഞാൻ പറയുന്നത് പലപ്പോഴും നിങ്ങൾ മറ്റുള്ള കമ്മ്യൂണിറ്റിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്താലേ നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ എന്താണ് ഈ ലോകം, എന്താണ് ഈ ലൈഫ്. അത് ഈ പറയുന്ന സൗദി വേൾഡ് മുസ്ലിം ലീഗ് ഇതിൻ്റെ വേൾഡ് മുസ്ലിം ലീഗ്, അപ്പം അതിൻ്റെ തലവൻ പറയുന്നതിന് മുമ്പ് ഞാനിത് പറഞ്ഞില്ലയോ. കാരണം ഇത് വന്നില്ല എങ്കിൽ ലോകം മുഴുവനും മുസ്ലിം കമ്മ്യൂണിറ്റി ഒറ്റപ്പെടും. ഇത് തന്നെയാണ് പറയുന്നത്. ഇത് തന്നെയാണ് അവർ പൂർണ്ണമായിട്ട് സർവേയിൽ വളരെ ബ്യൂട്ടിഫുള്ളിയാണ് നരേറ്റ് ചെയ്യുന്നത്. കാരണം ഇതുണ്ടാകണം, ഈ മാറ്റം ഉണ്ടായില്ല എങ്കിൽ ഗ്ലോബലായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയും പേരുള്ളവരെയും ലോകത്ത് ഒരു രാജ്യവും അടുപ്പിക്കത്തില്ല. നിങ്ങളെ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്തും. ഇപ്പോഴുള്ള ഇപ്പോഴും നിങ്ങൾ വളരുമ്പോഴുള്ള ഒറ്റപ്പെടുത്തലിനേക്കാളും ഭീകരമായിരിക്കും വരാനുള്ള സമയത്ത് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെയാണ് ആ സർവേയുടെ അവസാനത്തെ സമ്മറൈസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, 1 രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് അത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചകളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച്
ഇതിന് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.